ഇതാ ഏതൊക്കെ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് വായിക്കാം. ശ്രദ്ധയോടെ നിങ്ങളൊന്ന് ശ്രവിക്കണം. ബൈബിൾ ഉള്ളവർ എൻ്റെ കൂടെ വായിക്കണം. പൗലോസ് ശ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 25 മുതൽ, സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 25 ഓൺവേഴ്സ്. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. കാരണം നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ അധരങ്ങൾ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ സംസാരം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ സൂക്ഷിക്കണം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, അതിനിപ്പോൾ എന്താ കുഴപ്പം, എല്ലാവരും ഒക്കെ ഇങ്ങനെയുള്ള തെറിയല്ലേ പറയുന്നത്, ഞാനും ഇത്രയും തെറിയല്ലേ പറഞ്ഞുള്ളൂ, അതിനിപ്പോൾ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോ? ഉണ്ടെന്ന്. എന്താ കുഴപ്പം? തെറി പറഞ്ഞാൽ എന്താ കുഴപ്പം? ചീത്ത പറഞ്ഞാൽ എന്താ കുഴപ്പം? പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണെന്ന്. കള്ളം പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? എല്ലാവരും കാര്യം നടത്താൻ വേണ്ടി കള്ളം പറയുന്നു. ഞാനും കള്ളം പറഞ്ഞു, കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? കാര്യം നടത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണ് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഇത്തരത്തിലുള്ള സംസാരം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ സംസാരം ശ്രദ്ധിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കേട്ടോ, വീട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സംസാരം. പ്രൈസ് ദി ലോർഡ്.